കൊളസ്ട്രോൾ, ഷുഗർ, തൈറോയിഡ്, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്. എന്തല്ലേ മനുഷ്യർ വല്ലാതെ. ഓരോ മനുഷ്യൻ്റെ ശരീരവും വ്യത്യസ്തമായ കെമിക്കൽ ഫോർമുലയല്ലേ, അല്ലെങ്കിൽ ഓരോ മനുഷ്യനും യുണീക്കല്ലേ, ഓരോ മനുഷ്യൻ്റെയും ഇമോഷൻസ് മാറൂലേ. ഇതിനൊക്കെ അനുസരിച്ച് ഇത്തരം അളവുകൾ എല്ലാ സമയത്തും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ ലാബ് ടെസ്റ്റുകളൊക്കെ ഒരു 4-5 ലാബിൽ ഒരേ സമയം പോയി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കൂ, വ്യത്യസ്തമായ റിസൾട്ടുകൾ കിട്ടും. അപ്പോൾ ഇത്തരം അളവുകൾ ഒപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങൾ പാഴാക്കണോ? ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ, ഇഷ്ടം പോലെ കഴിക്കരുത് കേട്ടോ, സ്വസ്ഥമായി ജീവിക്കാൻ പടച്ചോൻ നമുക്കിവിടെ അവസരം തന്നിരിക്കുകയല്ലേ. അപ്പോൾ ഷുഗറാണെന്ന് പറഞ്ഞുകൊണ്ട് മധുരം കഴിക്കാതിരിക്കുക, പ്രഷറാണെന്ന് കരുതിക്കൊണ്ട് ഉപ്പ് കഴിക്കാതിരിക്കുക. സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം, ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തോളം അതിലൊരു മർദ്ദമുണ്ടാകും, പ്രഷറുണ്ടാകും. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. പല ആളുകളും അവരുടെ എന്തെങ്കിലും കടത്തിൽ പെടുന്ന സമയത്ത്, മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ പോയി ലാബിലൊന്ന് ടെസ്റ്റ് ചെയ്താൽ വല്ലാത്തൊരളവ് കാണിക്കും. അതാണ് ആ സമയത്ത് അവരുടെ യഥാർത്ഥത്തിലെ നോർമൽ വാല്യൂ. ആ ശരീരത്തിൽ ആ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ ശരീരം അതിൻ്റെ BPയെ മെയിൻറ്റെയിൻ ചെയ്യാണ്. അപ്പോൾ ആരോ നിർണയിച്ച ഏതോ ഒരു ബോർഡറിലേക്ക് ഒപ്പിക്കാൻ വേണ്ടി ഭാവിയിൽ മരിക്കാതിരിക്കാനെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ അളവുകളുടെ പിന്നാലെയുള്ള ഓട്ടം ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ?